പ്രിയരെ, സീറോ മലബാർ സഭയുടെ രൂപത അസംബ്ലികൾ നടത്താതെ സഭാ അസംബ്ലി നടത്തുന്നത് ഒരു കാരണവശാലും നിയമപരമായ കാര്യമല്ല എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇത്. ഈ PR ഇറക്കിയ പത്രക്കുറിപ്പിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത്, അസംബ്ലി കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് 2022 ഓഗസ്റ്റ് 16 മുതൽ 25 വരെ നടന്ന സിനഡ് സമ്മേളനം ചർച്ച ചെയ്തു. പ്രതിനിധികളുടെ എണ്ണം ആനുപാതികമായി കുറയ്ക്കാൻ തീരുമാനിക്കുകയും പ്രത്യേക നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതികൾ നിർദ്ദേശിക്കാൻ കാനോനിക്കൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. നോക്കൂ, പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ സീറോ മലബാർ സഭയുടെ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു ഭേദഗതിക്ക് ഇവിടെ ശുപാർശ ചെയ്തു. ആ ഭേദഗതി ഉണ്ടാക്കി സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, 2022 ആഗസ്റ്റ് മാസത്തെ സിനഡിൻ്റെ തീരുമാനങ്ങളിൽ ഇത്തരമൊരു തീരുമാനമില്ല. ആ തീരുമാനങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയതാണ്. ഡിസിഷൻസ് എന്ന ഹെഡിങ്ങിൽ ഇത്തരമൊരു തീരുമാനമില്ല. ഇനി അതിനകത്ത് നടന്ന ചർച്ചകളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് പറയുന്നത്, ആസ് ദി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദി എപ്പാർക്കിയൽ അസംബ്ലീസ് ഓൺ ദി സെയിം തീം, the synod suggested that the number of participants shall not exceed 300 എന്നാണ്. അതായത് എപ്പാർക്കിയൽ അസംബ്ലിയിൽ ഇതേ വിഷയം ചർച്ച ചെയ്തതായതുകൊണ്ട് പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കുറയ്ക്കാം. അതിന് എപ്പാർക്കിയൽ അസംബ്ലി നടന്നിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കുറയ്ക്കുക? എന്നിട്ട് ഈ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കുറച്ചതായിട്ട് ഒരു ഡിക്രി ഓഫ് പ്രൊമൾഗേഷൻ ഇവർ പുറപ്പെടുവിച്ചു. ആ ഡിക്രി ഓഫ് പ്രൊമൾഗേഷൻ പുറപ്പെടുവിച്ചപ്പോൾ ആ ഡിക്രി ഓഫ് പ്രൊമൾഗേഷന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ സിനഡ് ആസച്ച് ഒരു നിയമം പാസാക്കിയാൽ ആ നിയമത്തിന് നിയമപ്രാബല്യം ഉണ്ടാകില്ല. ആ നിയമത്തിന് നിയമപ്രാബല്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോ 8.2.2 എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ട്, അത് സിനഡിനെ കുറിച്ചുള്ള സ്റ്റാറ്റ്യൂട്ടാണ്. അതിൽ പറയുന്നതനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം സിനഡൽ ന്യൂസിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞാൽ മാത്രമേ ആ നിയമത്തിന് നിയമപ്രാബല്യം ഉണ്ടാകൂ എന്നാണ്. ഇവർ ഈ സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി ചെയ്തത് സിനഡൽ ന്യൂസിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് അതിന് നിയമപ്രാബല്യം ഉണ്ടാവുക? നിയമപ്രാബല്യമുണ്ടാകാത്ത ഒരു നിയമം ഉപയോഗിച്ച് എങ്ങനെയാണ് അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക? അത് സാധ്യമല്ലെന്നേ. ഞാൻ പറഞ്ഞത്, ഈ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർക്ക് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ നിയമങ്ങളും ചട്ടങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം അവർക്കിഷ്ടമുള്ളപ്പോൾ ലംഘിക്കാനുള്ളതാണ് എന്നൊരു ബോധ്യത്തിലാണ് അവർ ഈ സഭയെ നയിക്കുന്നത് എന്നതാണ് പ്രശ്നം. അതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ? വിശ്വാസികളെ നോക്കി പല്ലിടിച്ച് കാണിക്കുന്നതിന് തുല്യമല്ലേ? എന്തൊരു ഗോഷ്ഠിയാണ്! ഇനി വീണ്ടും അടുത്ത നിയമങ്ങളിലേക്ക് വരാം. ഇതിൻ്റെ കോൺവൊക്കേഷൻ എങ്ങനെയാണ് അസംബ്ലി തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ആർട്ടിക്കിൾ 4.3 പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, ദി അസംബ്ലി സോ കൺവോക്ഡ് ഷുഡ് ബി വിത്ത് 6 months നോട്ടീസ് എന്നാണ്. 6 മാസം മുമ്പ് ഈ അസംബ്ലി കൺവോക്ക് ചെയ്യുന്നതായി പ്രഖ്യാപിക്കണമെന്നാണ്. ഡിഗ്രി ഓഫ് കൺവൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്തെ ഡേറ്റ് പോലും 15/4/2024 6 മാസം സമയമില്ല. ഇവർക്ക് എന്താണ് 6 മാസം മുമ്പ് ഇത് പ്രഖ്യാപിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? അപ്പം അതുകൊണ്ടൊന്നല്ല, ഇവർ 6 മാസം മുമ്പ് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് നിയമപ്രകാരമല്ല നടക്കുന്നത്. അപ്പോൾ ഇത് 6 മാസം മുമ്പ് പ്രഖ്യാപിക്കുകയും 3 മാസം മുമ്പേ
ഡെലിഗേറ്റ്സിനെ തീരുമാനിക്കണം എന്നാണ് ഇതിൻ്റെ ചട്ടം. 3 മാസം മുമ്പേ ഡെലിഗേറ്റ്സിനെ തീരുമാനിക്കണം. ഡെലിഗേറ്റ്സിനെ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഡെലിഗേറ്റ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയും തീരുമാനിക്കണം എന്നാണ് ചട്ടം. ആർട്ടിക്കിൾ 6(4), ആർട്ടിക്കിൾ 6(7) ഇത് രണ്ടും നിഷ്കർഷിക്കുന്നത് മിനിമം 3 മാസം മുമ്പെങ്കിലും ഡെലിഗേറ്റ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയും പകരക്കാരെയും തീരുമാനിക്കുകയും അത് 2 മാസത്തിന് മുമ്പെങ്കിലും അനൗൺസ് ചെയ്യുകയും ചെയ്യണമെന്നാണ്. പല രൂപതകളിലും ഈ കഴിഞ്ഞ ദിവസം പോലും 2-3 ദിവസം മുമ്പ് പോലും ഡെലിഗേറ്റ്സിനെ പോലും തീരുമാനിച്ചിട്ടില്ല. മെത്രാന്മാർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കില്ലേ. ഡെലിഗേറ്റ്സിനെങ്കിലും തീരുമാനിക്കണ്ടേ? അതുപോലും തീരുമാനിച്ചിട്ടില്ല. എന്തിനാണ് അങ്ങനെ ഒരു ചട്ടം ഉണ്ടാക്കിയതെന്നറിയാം. ആ ചട്ടം ഉണ്ടാക്കിയത് ഈ സഭയിലെ മുഴുവൻ വിശ്വാസികൾക്കും ഈ അസംബ്ലിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഡെലിഗേറ്റ്സിനോട് നേരത്തെ മുൻകൂട്ടി പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഡെലിഗേറ്റ്സിനെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. ആ പ്രഖ്യാപിച്ചത് അനൗൺസ് ചെയ്യണം കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡെലിഗേറ്റ്സായി പോകുന്നവരെല്ലാവരും ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളുകളാണ്. പക്ഷെ ആ ഡെലിഗേറ്റ്സിൻ്റെ പേര് വിവരങ്ങൾ മുഴുവൻ എല്ലാ പള്ളികളിലും പ്രസിദ്ധപ്പെടുത്തേണ്ടതായിരുന്നു. ആ പള്ളികളിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും അവർക്ക് ഈ സഭയുടെ ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നുവോ അവരുടെ വികാരങ്ങൾ മുഴുവനും ഈ ഡെലിഗേറ്റ്സിനെ അറിയിക്കാനുള്ള അവസരം നൽകേണ്ടതായിരുന്നു. അതെങ്ങനെ അവസരം നൽകാനാണ്? 2 ആഴ്ച മുമ്പാണ് ഡെലിഗേറ്റ്സിനെ തീരുമാനിച്ചത്. അപ്പം ഇതിനകത്ത് ഈ സഭയുടെ എല്ലാ നിയമങ്ങളും, എല്ലാ ചട്ടങ്ങളും, എല്ലാ രീതിശാസ്ത്രങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സഭാ സംവിധാനം മുന്നോട്ട് പോകുന്നത് അപകടകരമായൊരു പ്രവണതയുണ്ടാക്കും. അതുകൊണ്ട് ഇതിനകത്തെടുക്കുന്ന ഒരു തീരുമാനങ്ങളും നിയമപ്രകാരമല്ലാതെ കൂടുന്ന ഈ സീറോ മലബാർ അസംബ്ലിയിൽ എടുക്കുന്ന റെസൊല്യൂഷൻസ് ഒന്നും തന്നെ നിയമപരമായി നിലനിൽക്കുന്നതല്ല. അല്ലെങ്കിൽ ഒരു നെയിം ചേക്കിന്, ഒരു പേരിന് വേണ്ടി ഈ അസംബ്ലി നടത്തുകയോ മറ്റൊരിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് വീണ്ടും ഒരു അസംബ്ലി വിളിച്ചു ചേർക്കുകയോ ചെയ്യണം. അങ്ങനെ അല്ലാതെ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും ഉചിതമല്ല എന്ന് മാത്രം നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാത്രം വിശ്വാസികളുടെ പ്രശ്നമല്ല. ഈ സഭയിലെ മുഴുവൻ രൂപതകളിലെയും വിശ്വാസികൾ ഇത് ആവശ്യപ്പെടേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ രൂപതകളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ആ രൂപതകളിൽ രൂപത അസംബ്ലികൾ നടന്നിട്ട് എത്ര കാലമായി? ആ രൂപതകളിൽ നിങ്ങൾക്ക് അനിഷ്ടകരമായ അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ആ ചർച്ച ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? ആ സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഈ രൂപത അസംബ്ലിയിലേ പറ്റൂ. എന്തുകൊണ്ടാണ് അവർ രൂപത അസംബ്ലി വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസ്ബിറ്ററൽ കൗൺസിൽ സെക്രട്ടറിയെയോ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയെയോ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നില്ല. അവർ ബിഷപ്പുകാരോടൊപ്പം നിൽക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും ഇതെല്ലാ രൂപതകളെയും സീറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ അതാത് രൂപതകളിൽ നിങ്ങൾ ഓരോരുത്തരും ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.